Hello everyone, welcome back to a new video. Today we'll be discussing the theory of the subaltern. And to start off, in post-colonial studies and in critical theory, the term subaltern designates and identifies the colonial population who are socially, politically and geographically excluded from the hierarchy of power of an imperial colony and from the metropolitan homeland of an empire. The term was first coined by Antonio Gramsci to identify the cultural hegemony that include and displace specific people and social group from the socio-economic institution of society in order to deny their agency and voices in the colonial politics. The term subaltern and subaltern studies enter the vocabulary of the post-colonial studies through the works of the subaltern studies group of historians who explored the political actor role of the common people who constitute the mass population rather than re-explore the political actor role of the social and economic elites in the history of India. സബോൾട്ടൺ തിയറിയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കിത് ഈ ഒരു സെക്ഷനിൽ നിന്ന് കാണാൻ പറ്റും. കൂടുതലും പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസായിട്ടും ഒരു ക്രിട്ടിക്കൽ തിയറി ആയിട്ടാണ് സബോൾട്ടേൺ എന്നൊരു ടേമും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്റ്റഡീസും പോപ്പുലറായി വന്നത്. കൂടുതലും കൊളോണിയൽ പോപ്പുലേഷനെയാണ് അത് ആദ്യം ടാർഗറ്റ് ചെയ്തത്. കാരണം ഇമ്പീരിയലിസത്തിൻ്റെ ഒരു സമയത്ത്, കോളനൈസേഷൻ്റെ ഒരു സമയത്ത് സോഷ്യലി, പൊളിറ്റിക്കലി, ജോഗ്രഫിക്കലി എക്സ്ക്ലൂഷൻ നേരിടേണ്ടി വന്ന മാർജിനലൈസ് ചെയ്യപ്പെട്ട കൊളോണിയൽ പോപ്പുലേഷനെയാണ് ആദ്യമൊക്കെ സബാൾട്ടൺ എന്ന് വിളിച്ചിരുന്നത്. ആ ഒരു വാക്ക് കോയിൻ ചെയ്യുന്നത് ആന്റോണിയോ ഗ്രാംചിയാണ്. ഈ ഒരു കൾച്ചറൽ ഹെജമണിയെയാണ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഒരു സബാൾട്ടൺ എന്നൊരു വാക്ക് ഉപയോഗിച്ച് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നത് ഇങ്ങനത്തെ സോഷ്യോ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാരണം സമൂഹത്തിലെ ഒരു അരികിലേക്ക് മാത്രം ഒറ്റപ്പെട്ടു പോകുന്ന, മാർജിനലൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരെയും സോഷ്യൽ ഗ്രൂപ്പ്സിനെയാണ് സബാൾട്ടൺ എന്നൊരു ടേം കൊണ്ട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തത്. കൂടുതലും ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു കൊളോണൈസേഷൻ, ഒരു പോസ്റ്റ് കൊളോണിയൽ സമയത്താണ് ഇതൊരു ടേം ഇങ്ങനെ പോപ്പുലറായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യമൊക്കെ ടാർഗറ്റ് ചെയ്തിരുന്നത് ആ ഒരു നേറ്റീവ്സിനായിരുന്നു. കാരണം കോളനൈസേഷൻ്റെ സമയത്ത് നേറ്റീവ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഒരു എക്സ്ക്ലൂഷൻ, ഒരു ഒപ്രഷൻ നേരിടേണ്ടി വന്നത്. അവർക്കൊരു ഏജൻസി ഇല്ലായിരുന്നു, അവർക്കൊരു വോയിസ് ഇല്ലായിരുന്നു. എല്ലാവരും ആ ഒരു യൂറോപ്യൻ ഐഡിയോളജിയിൽ അവർ അതിൻ്റെ കീഴിൽ അവർ ഒരു സബ്ജുഗേറ്റഡ് ആയിപ്പോയി. അങ്ങനെ ആദ്യമൊക്കെ ആ ഒരു നേറ്റീവ്സിനെ ആയിരുന്നു ഒരു സബാൾട്ടേൺ എന്നതുകൊണ്ട് വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീട് കോളനൈസേഷൻ എൻഡ് ചെയ്യുകയും ഒരു പോസ്റ്റ് കൊളോണിയൽ ലോകത്തും ഇതേ രീതിയിൽ മാർജിനലൈസേഷൻ നേരിടുന്ന ആൾക്കാരെയാണ് ഈ ഒരു ടേം കൊണ്ട് ഇപ്പോൾ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. And that's bring us to the next section about who exactly is the subaltern. And like I said before, the term subaltern describes the lower social class and other social group displaced to the margin of the society. In an imperial colony, the subaltern is a native man or woman without human agency as defined by his or her social status. ഒരു സബാൾട്ടൺ എന്ന് നമ്മൾ റഫ്ലി പറയുമ്പോൾ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നതും ഇതാണ്, ദ ലാക്ക് ഓഫ് ഏജൻസി, ദ ലാക്ക് ഓഫ് വോയിസ്. കാരണം അവരുടെ ഒരു ഫ്രീഡം അവർക്കില്ല, അവരുടേതായ ഒരു അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. അവർക്ക് അവരുടെ ഒരു കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു വോയിസും അവിടെ നിഷേധിക്കപ്പെടുകയാണ്. കോളനൈസേഷൻ സമയത്ത് നമ്മളിത് നല്ലപോലെ കണ്ടതാണ്, നേറ്റീവ്സിൻ്റെ ആ ഒരു സ്ട്രഗിൾ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സമൂഹം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു സുപ്പീരിയർ ഇൻഫീരിയർ എന്നുള്ളൊരു ഡിവിഷൻ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് പല രീതിയിൽ. അതിപ്പോൾ റിലീജിയൻ ആകാം, കാസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആകാം. എന്താണെങ്കിലും ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഈ ഒരു അണ്ടർ പ്രിവിലേജ് കാറ്റഗറി നേരിടുന്ന ഏറ്റവും വലിയൊരു ദുരിതം എന്ന് പറയുന്നതും ഇതാണ്. ഇവർക്ക് അർഹിക്കുന്ന ഒരു അവകാശങ്ങളോ ഒരു അധികാരമോ ഒരു സ്വാതന്ത്ര്യമോ അവർക്ക് കിട്ടുന്നില്ല, അത് അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. അങ്ങനെ അവർ സമൂഹത്തിൽ ഒരു മാർജിനിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുകയാണ്. ഇവരെയാണ് ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ വേൾഡിൽ, ഒരു പോസ്റ്റ് മോഡേൺ വേൾഡിൽ നമുക്ക് സബാൾട്ടേൺ എന്ന് പറയാൻ പറ്റുന്നത്. In the Marxist theory, the civil sense of the term subaltern was first used by Gramsci. In discussion of the meaning of the term subaltern in the work of Gramsci, Gayatri Spivak says that he used the word as a synonym for the proletariat.
But contemporary evidence indicates that the term was a novel concept in Gramsci's political theory. The post-colonial critic Homi K. Bhabha emphasized the importance of social power relation in defining subaltern social group as oppressed racial minorities whose social pressure was crucial to the self-definition of the majority group. As such, subaltern social group nonetheless also are in a position to subvert the authority of the social group who hold hegemonic power. നമ്മൾ കൂടുതലും ഈ ഒരു സബാൾട്ടൺ തിയറിയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ എടുത്ത് പറയുന്ന കുറച്ച് വ്യക്തികൾ ഇവരൊക്കെയാണ്. ഒന്ന് ആൻറ്റോണിയോ ഗ്രാംചി, കാരണം അദ്ദേഹമാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത്. രണ്ടാമത്തേത് ഗായത്രി സ്പിവാക്, കാരണം സ്പിവാക്കിൻ്റെ ക്യാൻ ദ സബാൾട്ടൺ സ്പീക്ക് എന്നൊരു വർക്ക് വളരെയധികം പോപ്പുലർ ആയിട്ടൊരു വർക്കാണ്. ഈ സബാൾട്ടൺ തിയറിയെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ഒരു വർക്കാണ്. മൂന്നാമത് ഹോമി കെ ബാബ ഒരു പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്കാണ്. അദ്ദേഹവും ഈ ഒരു സോഷ്യൽ പവർ റിലേഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു പവർ റിലേഷൻ കാരണം തന്നെയാണ് സബാൾട്ടേൺ എന്നും സബാൾട്ടൺ സോഷ്യൽ ഗ്രൂപ്പും ഉണ്ടായി വരുന്നത് തന്നെ. ഒരു പവർ റിലേഷൻ കാരണമാണല്ലോ അവിടെ ഒരു സുപ്പീരിയർ ഇൻഫീരിയർ എന്നുള്ളൊരു ഡിവിഷൻ വരികയും ഒരു സബാൾട്ടൺ എന്നൊരു വാക്കും ഒരു കാറ്റഗറിയും എല്ലാം ഉണ്ടായി വരികയും ചെയ്തത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ സബാൾട്ടൺ സോഷ്യൽ ഗ്രൂപ്പ് അത്രയ്ക്ക് മാത്രം ഒരു ഇൻഫീരിയർ അല്ല, ഇവരുടെ ഉള്ളിലും ഒരു പവർ ഉണ്ട്. കാരണം ഇവർ ആണ് ശരിക്കും മെജോറിറ്റി ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്. മാത്രമല്ല സബാൾട്ടേൺ തന്നെ ഈ ഒരു പവർ ഇപ്പോൾ കയ്യിലുള്ള ഹെജമോണിക് ആയിട്ടുള്ള മെജോറിറ്റി ഗ്രൂപ്പിന് ഡോമിനൻ്റായി നിൽക്കുന്ന കാറ്റഗറിയെ അട്ടിമറിക്കാനുള്ളൊരു ശക്തിയും സബാൾട്ടേണിനുണ്ട്. അത്രമാത്രം ഒരു ഇൻഫീരിയർ ആയിട്ടുള്ളൊരു കാറ്റഗറി അല്ല സബാൾട്ടേൺ എന്നാണ് ഹോമി കെ ബാബയുടെ ഒരു ഒപ്പീനിയൻ. ആൻഡ് ഐ ഓൾസോ അഗ്രി വിത്ത് ഹിം. And in Towards a New Legal Common Sense, published in 2002, the sociologist Boaventura de Sousa Santos applied the term subaltern cosmopolitanism to describe the counter-hegemonic practice of social struggle against neoliberalism and globalization, especially the struggle against social exclusion. Moreover, de Sousa Santos applied the subaltern cosmopolitanism as interchangeable with the term cosmopolitan legality to describe the framework of diverse norm meant to realize an equality of difference, wherein the term subaltern identify the oppressed people at the margin of the society who are struggling against the hegemony of economic globalization. Context, time, and place determine who among the marginalized people is a subaltern. In India, women, Shudras and Dalits, also known as untouchables, and rural migrant laborers are part of the subaltern social strata. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ബോവെൻചൂറ ഡെ സൂസ സാൻഡോസ് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ടുവേർഡ്സ് എ ന്യൂ ലീഗൽ കോമൺ സെൻസ് എന്നുള്ളൊരു ബുക്കിൽ പറയുന്നത് സബാൾട്ടൺ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടൊരു ടേമാണ്. കാരണം അതിനെ ഡിഫൈൻ ചെയ്യുന്നത് കോണ്ടെക്സ്റ്റ്, ടൈം, പ്ലേസ്, ഈ 3 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ശരിക്കും ആരൊക്കെയാണ് ഒരു സൊസൈറ്റിയിൽ മാർജിനലൈസ് ആയി പെടുന്ന ആൾക്കാർ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു 3 ഫാക്ടേഴ്സ് ഉപയോഗിച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഒരു കാലത്ത് നമുക്കൊരു ബൈനറി ജെൻഡർ ഐഡൻറ്റിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്, മാൻ ആൻഡ് വുമൺ. പേട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു, ഇപ്പോഴും കുറേയൊക്കെ പേട്രിയാർക്കൽ സൊസൈറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പവർ പ്രിവിലേജ് എന്ന് പറയുന്നത് മാനിനായിരുന്നു പോയിരുന്നത്. അപ്പോൾ അവിടെ സബാൾട്ടേൺ അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആരാണ്? വിമൺ. ആൻഡ് ഓൾസോ the people who belong to other gender identities, who identify themselves as other gender identities in this postmodern world. ഇവരൊക്കെയാണ് അങ്ങനൊരു ബൈനറി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പവർ റിലേഷൻ എടുക്കുകയാണെങ്കിൽ സബാൾട്ടേണായി വരുന്നത്. എഗെയിൻ, ഏൻഷ്യൻ ഇന്ത്യയിൽ 4 കാസ്റ്റ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. ഇതിൽ ബ്രാഹ്മിൻസ് ആയിരുന്നു ഏറ്റവും പവർ ഉണ്ടായിരുന്ന ആൾക്കാർ. കാരണം പൂജ ചെയ്യുന്നതും അതൊക്കെ ആയിട്ട് അത്രയും പ്യുവറായിട്ട് കൺസിഡർ ചെയ്തിരുന്ന, അത്രയും പവർഫുള്ളായി കൺസിഡർ ചെയ്തിരുന്ന ഒരു കാറ്റഗറി ആയിരുന്നു ബ്രാഹ്മിൻസ്. ക്ഷത്രിയാസ് ആ വാറിയേഴ്സ്. അഗെയിൻ രണ്ടാമത്തെ ഒരു പവർ പ്രിവിലേജ് കിട്ടുന്ന കാറ്റഗറി ക്ഷത്രിയാസ് ആയിരുന്നു. വൈശ്യാസ് ആ മോസ്റ്റ്ലി മെർച്ചൻസ്. അപ്പോൾ അവർക്കായിരുന്നു മൂന്നാമത്തെ ഒരു സ്ഥാനം കിട്ടിയിരുന്നത്. ഏറ്റവും കൂടുതൽ മാർജിനലൈസായി പെട്ടിരുന്നത് ശൂദ്രാസ് ആയിരുന്നു. കാരണം ഇവരെ കൂടുതലും ആ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും
എന്താണ് ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ചവർ, കൂടുതലും സെർവൻസ് ഒക്കെ ആയിരുന്നു ശൂദ്ര കാസ്റ്റിൽ നിന്ന് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരായിരുന്നു മാർജിനലൈസ് ആയി പെട്ടിരുന്നത്. ഒട്ടും തന്നെ പവറില്ലാത്ത, ഒട്ടും എത്രയും കൂടുതൽ ഒപ്രഷൻ നേരിടേണ്ടി വന്ന കൂട്ടർ ശൂദ്രാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഏൻഷ്യൻ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അവിടെ സബാൾട്ടൺ എന്ന് വിളിക്കാൻ ആരെ സാധിക്കും? ശൂദ്രാസ് എന്ന് സാധിക്കും. എഗെയിൻ നമ്മൾ കണ്ടുവരുന്ന ഒരു കാറ്റഗറിയാണ് ദ ദളിറ്റ്സ്, ഓർ ദേ വെർ ഓൾസോ നോൺ ആസ് ദി അൺടച്ചബിൾസ് അറ്റ് എ ടൈം. കാരണം അവരെ തൊടുന്നത് പോലും ഒരു പാവമാണ് അല്ലെങ്കിൽ വലിയൊരു തെറ്റാണെന്ന രീതിയിൽ കണ്ടിരുന്ന ഒരു കൂട്ടരെയായിരുന്നു ദളിറ്റ്സ്. അത് ഒരു എഗെയിൻ കാസ്റ്റ് ഡിസ്ക്രിമിനേഷന് വന്ന ഒരു വാക്കുകളും ആ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ തിങ്കിങ്ങുമാണ്. അപ്പോൾ എന്താണ്, ആ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ദളിറ്റ്സിനെ ആയിരുന്നു സബാൾട്ടേൺ എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോഴും ആ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ, ഇപ്പോൾ റിലീജിയൻ എടുക്കാം, കാസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി തന്നെ എടുക്കാം, എല്ലാ രീതിയിലും ഒരു പവർ റിലേഷൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഡോമിനൻ്റായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് കാണും. ആ ഒരു ഡോമിനൻസി കാരണം മാർജിനലൈസായി പെടുന്ന ഒരു ഗ്രൂപ്പ് കാണും. ഈ ഒരു ഗ്രൂപ്പിനെയാണ് സബാൾട്ടൺ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓൾസോ അർബൻ റൂറൽ എന്നൊരു ഡിവിഷൻ കാണാം. അപ്പോൾ സിറ്റീസിൽ ഉള്ളവരായിരിക്കും കൂടുതലും പവർ ഉള്ളവർ. ആ സമയം റൂറൽ ഏരിയാസിൽ നിന്ന് വരുന്ന, മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ലേബറേഴ്സിനെ കൂടുതലും ഒപ്രസ് ചെയ്യപ്പെടുന്നു. അവരെ ഒരു സമൂഹത്തിൽ ഒരു കോണിലേക്ക് തള്ളി വിളിക്കുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അവരാണ് സബാൾട്ടൺ. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് കോണ്ടെക്സ്റ്റും അതുപോലെ തന്നെ ടൈം, പ്ലേസ്, ഇതെല്ലാം തന്നെ സബാൾട്ടൺ എന്നൊരു ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ആണെന്ന്. ആൻഡ് ടു ടോക്ക് അബൌട്ട് സബാൾട്ടൺ തിയറി മോർ, ഇതിൽ പറയുന്നത് കൂടുതലും ഇതൊരു വെസ്റ്റേൺ കൺസ്ട്രക്റ്റ് ആണെന്നാണ്. കാരണം കൊളോണിയലിസം, എൻ്റെ ഒരു ഒറിജിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, കൊളോണിയലിസത്തിൻ്റെ സമയത്താണ് നമ്മൾ ട്രൂ സബാൾട്ടേഴ്സിനെ കാണുന്നത്. ആ ഒരു നേറ്റീവ്സ് ആയിരുന്നു ശരിക്കും ആദ്യത്തൊക്കെ ഒരു സബാൾട്ടൺ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. കാരണം അവരായിരുന്നു ആദ്യമൊക്കെ ഒപ്രഷൻ നേരിടുന്നത്. അപ്പോൾ ഇതൊരു മാത്രമല്ല, ഈ കോയിൻ ചെയ്തത് ഗ്രാംചിയാണ്, ആൻറ്റോണിയോ ഗ്രാംചി. അതുകൊണ്ട് തന്നെ ഇതൊരു വെസ്റ്റേൺ കൺസ്ട്രക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത് എഡ്വേർഡ് സൈഡിൻ്റെ ഓറിയൻ്റലിസം എന്നൊരു വർക്കാണ്. അതിൽ അദ്ദേഹം പറയുന്നത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരായിരുന്നു സുപ്പീരിയർ, അല്ലെങ്കിൽ അവരായിരുന്നു ഏറ്റവും കൂടുതൽ അബ്സല്യൂട്ടായിട്ട് നിന്നവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള രാജ്യങ്ങൾ, കൂടുതലും ഇന്ത്യ പോലത്തുള്ള ഈസ്റ്റേൺ രാജ്യങ്ങളെ അവർ ഓറിയൻ്റ് എന്നുള്ളൊരു വാക്കുകൊണ്ടായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്. അങ്ങനത്തെ ഈസ്റ്റേൺ രാജ്യങ്ങളെല്ലാം തന്നെ ഓറിയൻ്റ് എന്നാണ് അവർ വിളിച്ചിരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യങ്ങളെല്ലാം വളരെ എക്സോട്ടിക് ആയിരുന്നു. വളരെ മാജിക്കും മിത്തിക്കലുമായിട്ടുള്ള കുറേ ലെജൻസ് ഒക്കെ നിറഞ്ഞ്, കുറേ അവർക്ക് ഒട്ടും പരിചയമില്ലാത്ത ഫ്ലോറയും ഫോണയും പല രീതിയിലുള്ള സ്പൈസസും ഗോൾഡും അങ്ങനത്തെ രീതിയിലുള്ള ജ്വല്ലറീസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ട് നിറഞ്ഞ വളരെ മിത്തിക്കലായിട്ടൊരു ലാൻഡായിട്ടാണ് ഇവർ ഈസ്റ്റേൺ ഒരു കൺട്രീസിനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളെല്ലാം തന്നെ ഓറിയൻ്റ് എന്ന് അവർ വിളിച്ചിരുന്നു. അവരെ വെസ്റ്റേൺ രാജ്യങ്ങളെ അവർ ഓക്സിഡൻ്റ് എന്നാണ് വിളിച്ചിരുന്നത്. Again we see this division, right? There's a binary, Occident and Orient, and obviously the power will go to the Occident or the Western. അപ്പോൾ അവിടെ ആരാണ് ഇൻഫീരിയർ ആവുന്നത്? ഈസ്റ്റേൺ ഓർ ദി ഓറിയൻ്റ് ആണ് അവിടെ ഇൻഫീരിയർ ആയിട്ട് കാണുന്നത്. കാരണം ഓറിയൻറ്റിലെ പല രാജ്യങ്ങളും പിൽക്കാലത്ത് ബ്രിട്ടീഷിൻ്റെ അധീനതയിൽ വരുന്നുണ്ട്, കോളനീസ് ആക്കപ്പെടുന്നുണ്ട്. അപ്പം തന്നെ അവിടുത്തെ നേറ്റീവ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി കൊളോണിയലിസം പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഒപ്രഷൻ നേരിടുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ മാർജിനലൈസ് ആയി പെടുന്നത്. അപ്പോൾ അവരാണ് അവിടെ സബാൾട്ടേൺ ആയിട്ട് വന്നിരുന്നത്. ഇതാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് വേറെ നേരത്തെ ഡിസ്കസ് ചെയ്ത പല എക്സാമ്പിൾസും പറയാൻ പറ്റുമെങ്കിലും ഈ ഒരു വാക്കിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഒരു വെസ്റ്റേൺ ഈസ്റ്റേൺ എന്നുള്ള ഡിവിഷൻ, ഓറിയൻ്റ് ഓക്സിഡൻ്റ് എന്നുള്ള ഡിവിഷനും കൊളോണിയലിസവും ഒരു നേറ്റീവ് കൊളോനൈസർ എന്നുള്ളൊരു ഡിവിഷനും എല്ലാം കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത്. And that is how the term subaltern came into being. And in the post-colonial age,
we see a revert in this thinking. കാരണം പോസ്റ്റ് കൊളോണിയലിസം അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം വന്ന സമയത്ത് ഈ വാക്കുകളും ഇതിൻ്റെ ഒരു ചുറ്റിപ്പറ്റിയുള്ള സ്റ്റീരിയോ ടൈപ്പും കൂടുതൽ ആൾക്കാർ എഴുതാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. സബോൾട്ടൺ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആൾക്കാർ തന്നെ അവരുടെ ഒരു ജീവിത കഥ എഴുതാൻ തുടങ്ങി, അവരുടെ ഒരു മാർജിനലൈസേഷനെ കുറിച്ച് അവർ എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും സബോൾട്ടൺ എന്നുള്ളൊരു വാക്കും സബോൾട്ടൺ സ്റ്റഡീസ് പോപ്പുലറായി വരുന്നത് അതുകൊണ്ടാണ്. കാരണം അവിടെ ശരിക്കും ഈ ഒരു വെസ്റ്റേൺ തിങ്കിങ് അല്ല അവിടെ കൂടുതലും നമ്മൾ കാണുന്നത്. സബോൾട്ടൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലെ അവരുടെ ജീവിതവും അവരുടെ ഒരു ഒപ്രഷനാണ് നമ്മൾ കാണുന്നത്. കാരണം അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, അവർ ശരിക്കും ഫേസ് ചെയ്തിരുന്ന സ്ട്രഗിൾ എന്തായിരുന്നു, അതുപോലെ തന്നെ അവരെ ഭരിച്ചിരുന്ന ഈ ഒരു ഡോമിനൻ്റ് ഗ്രൂപ്പ് അതെന്തുമായിക്കൊള്ളട്ടെ, ഡോമിനൻ്റ് ആയിട്ട് പവർ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അവരെങ്ങനെയാണ് ആ ഒരു പവർ മിസ്യൂസ് ചെയ്തിരുന്നത്, ഇതെല്ലാമാണ് സബോൾട്ടൺ സ്റ്റഡീസിൽ കൂടുതലും സബോൾട്ടൺ വർക്ക്സ് ആയിട്ടും നമ്മൾ കാണുന്നത്. And that is how the subaltern theory also came into being and how it is being popularized even today, because this power relation exists even today. There are people who are being marginalized in the society even today, and that is why the term subaltern and the concept of subaltern theory of subaltern studies is relevant even in this postmodern age. So I hope this was understandable, and if yes, do like the video and you can share your opinion as well. And if you are watching this video for the first time, do consider subscribing the channel if you haven't already. Thank you.